ഇപ്പോൾ തലൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 3 പേരാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും BJP അല്ലെങ്കിൽ NDA. ആ NDA മത്സരിക്കുന്നു എന്നുള്ള വിവരം പത്രത്താളുകളിലൂടെ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി ഒരു പ്രവർത്തനത്തിലുമില്ല, ഒരു പ്രചരണത്തിലുമില്ല. BJPയുടെ സ്ഥാനാർത്ഥിയെ ആളുകൾക്ക് അറിയുക കൂടി ചെയ്യുന്നില്ല. അത് പഴയ കാലത്തെ കോൺഗ്രസ് BJP ബന്ധം പുതുക്കിയെടുത്ത് ഇതിൻ്റെ തെളിവായി കാണേണ്ട കാര്യമാണ്. ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ വിളക്കുടി പഞ്ചായത്തിലാകെ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ 21. ആ 21 വാർഡിൽ വിളക്കുടി 5-ാം വാർഡ്. വിളക്കുടി 5-ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും BJPയും പിന്നെ ഒരു തീവ്ര BJP ആയ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും അവിടെ നോമിനേഷൻ കൊടുത്തിരുന്നു. RSS ആണ്, വിശ്വ ഹിന്ദു പരിഷത്താണ്, ബജറംഗ ദളാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം നടത്തി ഇപ്പോഴും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളും അവിടെ നോമിനേഷൻ കൊടുത്തിരുന്നു. ആ സാഹചര്യത്തിൽ സൂക്ഷ്മ പരിശോധനയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളപ്പെട്ടു. അത് നമുക്ക് അങ്ങനെ തള്ളപ്പെട്ടതായി അങ്ങനെ അങ്ങ് മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് ബോധപൂർവം നടന്ന ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തത് ശ്രീ കാരറ നാസറാണ്. ദീർഘനാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. നിയമപരമായ കാര്യത്തെ സംബന്ധിച്ച് നല്ല ധാരണയുള്ള ആളാണ്. അദ്ദേഹം കരാറുകാരൻ കൂടിയാണ്. കരാറുകാരന് മത്സരിക്കാൻ കഴിയില്ല എന്ന് നല്ല വ്യക്തമായി അറിയാവുന്ന ആളാണ്. ആ വ്യക്തമായി അറിയാവുന്ന ആൾ നോമിനേഷൻ കൊടുക്കുന്നു. നോമിനേഷൻ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഡമ്മിയെ കൊടുക്കുന്നില്ല. അപ്പോൾ വ്യക്തമായി അറിയാം, ഈ തള്ളിപ്പോകുന്ന അറിയാം, നല്ലതുപോലെ അറിയാം. ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ നോമിനേഷൻ പരിശോധനയിൽ കരാറുകാരന് മത്സരിക്കാൻ കഴിയില്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, അദ്ദേഹത്തിനും അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന. തള്ളിപ്പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ലീഡറായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി തൊട്ട് അടുത്ത ദിവസം തന്നെ UDFൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ, സ്വതന്ത്രൻ പോലുമല്ല, ഐക്യജനാധിപത്യ മുന്നണി പിന്തുണ കൊടുക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല, കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ വരുന്നു. അത് കൂട്ടി വായിക്കുമ്പോഴാണ് ഈ പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി 3-ാം വാർഡിലെ വോട്ടറാണ്. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ വോട്ടറാണ്. 3-ാം വാർഡ് ജനറൽ വാർഡാണ്. സ്വന്തം വാർഡ് ജനറൽ വാർഡായിരിക്കുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് അവിടെ നോമിനേഷൻ കൊടുക്കാം. അവിടെ കൊടുക്കാതെ 4-ാം വാർഡും കഴിഞ്ഞ് 5-ാം വാർഡിൽ പോയി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുന്നു. കാരറ നാസറിൻ്റെ നോമിനേഷൻ തള്ളുന്നു. ഒരു ഡമ്മി സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവിടെ UDFന് സ്വാഭാവികമായിട്ട് ആ ഡമ്മിയെ കൊടുക്കാതിരിക്കുന്നു. പിറ്റേന്ന് തന്നെ ഈ പറഞ്ഞ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മാറുന്നു. ഇത് കൂട്ടി വായിക്കുമ്പോൾ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് നേരത്തെയുള്ള ഒരു ഡീലിൻ്റെ ഭാഗമായി ബോധപൂർവമായി നാസർ നോമിനേഷൻ കൊടുക്കുകയും കരാറുകാരനായതുകൊണ്ട് തള്ളിപ്പോവുകയും ചെയ്യും, ഡമ്മി കൊടുക്കാതിരിക്കുകയും
ഈ പറയുന്ന ആളിനെ സ്ഥാനാർത്ഥിയാക്കാനും വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തി ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാകും. അതെന്ന് പറയുന്നത് മുഴുവൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഡീലിൻ്റെ ഭാഗമാണ്. ആ ഡീലിൻ്റെ ഭാഗമാണ് തലവൂർ ജില്ലാ ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥിയുടെ പ്രവർത്തന രാഹിത്യം. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പത്തനാപുരം അസംബ്ലി മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ 6 മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചത്. വിളക്കുടിയും വെട്ടിക്കവലയും ഐക്യജനാധിപത്യ മുന്നണിയാണ് ജയിച്ചത്. ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ 8 ഗ്രാമപഞ്ചായത്തുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം വിളക്കുടിയാണ് അന്ന് നഷ്ടപ്പെട്ട ഒരു പഞ്ചായത്ത്, മറ്റൊരു പഞ്ചായത്ത് വെട്ടിക്കവലയാണ്. വിളക്കുടിയിലെ സ്ഥിതിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. UDFനാണ് ഭരണം കിട്ടിയത്. UDFൻ്റെ തമ്മിലടിയും UDFൻ്റെ മറ്റ് താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോവുകയും UDFകാർ തന്നെ UDFിൽ നിന്നും മാറുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മാറിയ ആളുകളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണ കൊടുത്ത് ഭരണം നടത്തി. ഇപ്പോൾ ആ 2 പേർ അയോഗ്യതായി പ്രഖ്യാപിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള 4-ാം വാർഡിലെ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ധന്യ പ്രദീപ് ഇപ്പോൾ പ്രസിഡൻറ്റുമായി ഇരിക്കുകയാണ്. വേറൊരു രസകരമായ കാര്യം, വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വെട്ടിക്കവലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് തലച്ചറ അസീസ് എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് കാരണം ഞാൻ ആദ്യം പറഞ്ഞ വിഷയമാണ്. കാരണം വികസന രാഷ്ട്രീയമാണ്. കാരണം വെട്ടിക്കവല പഞ്ചായത്തിലെ ആകെയുള്ള വികസനത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ആൾ MLA ആണ്, മന്ത്രിയാണ്. പത്തനാപുരത്തിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ KB ഗണേഷ് കുമാറാണ് ആകെ മണ്ഡലത്തിൻ്റെ വികസനവും പ്രത്യേകിച്ച് വെട്ടിക്കവല പഞ്ചായത്തിലെ വികസനത്തിനും നേതൃത്വം കൊടുത്തത്. KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന MLA ആയ മന്ത്രിയാണ് എന്ന് തലച്ചറ അസീസ് സത്യസന്ധമായി ആ വിവരം പല യോഗങ്ങളിലും സംസാരിച്ചു. പഞ്ചായത്തിൻ്റെ യോഗങ്ങളിൽ സംസാരിച്ചു, UDFൻ്റെ യോഗങ്ങളിൽ സംസാരിച്ചു. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ആ യാഥാർത്ഥ്യം അദ്ദേഹം പച്ചയായ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു, അത്രയേ ഉള്ളൂ. ആ തുറന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഞാൻ വികസന രാഷ്ട്രീയത്തിനോടൊപ്പമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തുന്ന വികസന രാഷ്ട്രീയത്തിൻ്റെ ഓടൊപ്പമാണ് ഞാൻ. കാരണം അതാണ് നാടിനാവശ്യം. അത് ഞാൻ തിരിച്ചറിയുന്നു. അത് ഞാൻ തുറന്നു പറഞ്ഞതിന് എന്നെ പുറത്താക്കിയപ്പോൾ പിന്നെ ഇനി UDFൻ്റെ ഭാഗമായില്ല, കോൺഗ്രസിൻ്റെ ഭാഗമായില്ല. അങ്ങനെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വെട്ടിക്കവല പഞ്ചായത്തിലെ ആ പ്രവർത്തനത്തിനാകെ നേതൃത്വം കൊടുക്കുന്ന നേതാവായി മാറിക്കൊണ്ടിരിക്കുന്നു വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള, നിലവിൽ പ്രസിഡൻ്റാണ് അദ്ദേഹം, ഇപ്പോഴും പ്രസിഡൻ്റായിട്ടുള്ള തലച്ചറ അസീസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ആദ്യകാല നേതാവ്. അങ്ങനെ ഫലത്തിലിപ്പോൾ പരിശോധിക്കുമ്പോൾ പത്തനാപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് 8 പഞ്ചായത്തിൽ 6 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ 8 പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയന്ത്രണത്തിലാണ്. ഇത് ഒരു തുടക്കമാണ്. ഇത് തന്നെയായിരിക്കും റിസൾട്ടിനു ശേഷവും, ത്രിതല പഞ്ചായത്തിൻ്റെ റിസൾട്ടിനു ശേഷവും നമുക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. പത്തനാപുരം അസംബ്ലി മണ്ഡലത്തിലെ അന്ന് ലഭിക്കാതിരുന്ന വിളക്കുടിയും വെട്ടിക്കവല കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ
ഒരു തർക്കവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്നുള്ള നിലയിലല്ല, ആ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പോലും ഒരു സംശയവുമില്ല. അതാണ് സ്ഥിതി.